ശ്രീ SR കുമാർ, ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് നാളെ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് എത്തുകയാണ്. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് 2018-19 കാലത്ത് ഈ കേസ് കോടതിയിൽ കത്തി നിൽക്കുമ്പോൾ ഭക്തർക്ക് വേണ്ടി സുപ്രീം കോടതിയിലേക്ക് എത്തിയ വ്യക്തികളിൽ ഒരാൾ താങ്കളായിരുന്നു. അന്ന് ആ കേസിന് നേതൃത്വം നൽകിയത് ഹൈന്ദവ സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ആ കേസിന് നേതൃത്വം നൽകി കോടതിയിൽ എത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയാണല്ലോ താങ്കൾ. അപ്പോൾ നാളെ വീണ്ടും 7 വർഷങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്നതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കേസ് കഴിഞ്ഞ അവസാന സിറ്റിംഗില് 9 ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. പക്ഷേ ചില പ്രത്യേക സാഹചര്യം കൊണ്ട്, കാരണം വെച്ചാൽ ആദ്യമേ തന്നെ ഈ 5 ബെഞ്ച് 9 ബെഞ്ചിലേക്ക് വിടുമ്പോൾ നമ്മൾ കൊടുത്ത റിട്ട് പെറ്റീഷനാണ് ഇത് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ വിധിയിൽ തന്നെ വളരെ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം, സാധാരണഗതിയിൽ ഈ റിവ്യൂ പെറ്റീഷൻസ് ഓപ്പൺ കോടതിയിൽ കേൾക്കുന്ന പരിപാടിയില്ല. സുപ്രീം കോടതിയുടെ നിയമ സംഹിതയിൽ തന്നെ അത് പറയുന്നുണ്ട്. പക്ഷേ റിട്ട് പെറ്റീഷൻ നമ്മൾ കൊടുത്ത റിട്ട് പെറ്റീഷനാണ്. അതിൽ ആര്യമസുന്ദരമാണ് നമുക്ക് വേണ്ടി അവിടെ വാദിച്ചത്. ശക്തമായ രീതിയിൽ അത് വാദിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. അതിനകത്ത് ഈ നമ്മുടെ യുവതീ പ്രവേശന വിഷയത്തിൽ നേരത്തെ കൊടുക്കാത്ത പല വിഷയങ്ങളും, അതുപോലെ തന്നെ ഈ 2018 സെപ്റ്റംബർ 28 നമുക്കെതിരെ യുവതീ പ്രവേശന അനുകൂലമായിട്ട് വന്ന വിധിയിൽ പരാമർശിച്ച വിഷയങ്ങൾക്ക് കൃത്യമായ മറുപടിയും ഒക്കെ നൽകിയതുകൊണ്ട് അത് വളരെ വ്യക്തമായ ചില സാഹചര്യമുണ്ട്, കൃത്യമായ ചില മറുപടിയാണ്, അത് പരിഗണിക്കേണ്ട വിഷയമാണെന്ന് കണ്ടുകൊണ്ടാണ് ഇത് ഒരു ലാർജർ ബെഞ്ചിന് പരിഗണിക്കേണ്ടതാണെന്നും, പ്രത്യേകിച്ച് നമ്മൾ ലാർജർ ബെഞ്ച് നമ്മൾ തന്നെ ആവശ്യപ്പെട്ടതാണ്. കാരണം വെച്ചാൽ അതിന് പ്രത്യേക സാഹചര്യമുണ്ട്. ഇനി അത്തരത്തിലാണ് 9 ബെഞ്ചിലേക്ക് വരികയും, പക്ഷേ ഈ 9 ബെഞ്ചിലേക്ക് വരുന്നത് തന്നെ നിയമപരമായിട്ട് ശരിയല്ല, അത് 5 ബെഞ്ചിന് അതിനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു കേസ് വന്നു. പക്ഷെ അതൊക്കെ കടന്നു. അവസാനം 9 ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 9 ബെഞ്ച് 2 പ്രാവശ്യം സിറ്റിംഗ് നടത്തി. അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ചില വൈറസിന്റെ അറ്റാക്കും പിന്നീട് അതിന്റെ പുറകെ നമ്മുടെ കോവിഡ് വരികയൊക്കെ ചെയ്തിട്ടാണ് നീണ്ടുപോയത്. പക്ഷെ ഇതിനിടയ്ക്ക് തന്നെ നമുക്കറിയാം പലരും ഇവിടെ പ്രവേശിക്കാനൊക്കെ നടത്തിയപ്പോൾ കോടതി തടഞ്ഞു. ഒരു കാരണവശാലും ഇപ്പൊ നടക്കില്ല, ഇതിന്റെ അന്തിമ വിധി വന്നതിന് ശേഷമേ തീരുമാനമാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തൽക്കാലം മുൻപ് എങ്ങനെയായിരുന്നോ ശബരിമല അത്തരത്തിലാണ് തുടർന്ന് പോകുന്നത്. അങ്ങനെ തുടർന്ന് പോകാൻ തന്നെയാണ് കോടതി നിശ്ചയം. ഇപ്പൊ അതിന്റെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ 9 ബെഞ്ച് മുന്നോട്ട് പോയില്ലെങ്കിലും അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. കാരണം അതിനകത്ത് പലരും റിട്ടയർ ചെയ്ത് പോവുകയും മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ധാരാളം മാറ്റം അവിടെ സംഭവിച്ചു. അപ്പൊ അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒന്ന്. നാളെ വരാൻ പോകുന്നത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചീഫിന്റെ ബെഞ്ചില് 3 ബെഞ്ചാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ ഈ പ്രൊസീജിയറൽ മാറ്റേഴ്സ് ആണ് പ്രധാനമായിട്ടും. ഈ പറഞ്ഞ പല പെറ്റീഷൻസും ഇപ്പോഴും കോടതി അംഗീകരിച്ചില്ല, അത് ഫയൽ സ്വീകരിച്ചിട്ടില്ല. അപ്പൊ അത്തരത്തില് പെൻഡിങ് ആയിട്ടുള്ളത് ഫയൽ സ്വീകരിക്കുന്ന നടപടിയായിരിക്കും ഒന്ന്. അതുപോലെ തന്നെ ധാരാളം IAകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, സബ്സിക്വന്റ് ആയിട്ടുള്ള ചില അഡീഷണൽ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട്. അത്തരം IAകളുടെ കാര്യത്തില് അതും അഡ്മിറ്റ് ചെയ്യണോ വേണ്ട എന്നുള്ള കാര്യങ്ങളായിരിക്കും പരിഗണിക്കുക. മൂന്നാമത് ഈ ഇത്തരം വിഷയങ്ങളിൽ പലർക്കും പറയാനുള്ള പല വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് കൃത്യമായി ഇനി എന്ന് മുതലാണ് ഈ 9 ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മുന്നോട്ടുള്ള കേസ് നടത്തേണ്ട കാര്യങ്ങൾ എന്നത്തേക്കായിരിക്കണം ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ. പിന്നെ അതിലൊക്കെ പ്രധാനമായി എനിക്ക് പറയാനുള്ള വിഷയം, നമ്മൾ കൊടുത്ത റിട്ട് പെറ്റീഷനിൽ നമ്മളൊരു കാര്യം കൂടി ചെയ്തത്, നേരത്തെ നമുക്കറിയാം അത് കേരള സർക്കാരും ദേവസ്വം ബോർഡും മാത്രമായിരുന്നു ഇത്തരത്തിൽ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ശബരിമല പോലെയുള്ള ഒരു ആഗോളതലത്തിൽ പ്രശസ്തിയും അതുപോലെ തന്നെ ഭക്തജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്രത്തിന്റെ വിഷയത്തില് ഈ ഒരു സ്റ്റേറ്റിലെ കേരള സർക്കാർ മാത്രം അല്ല ദേവസ്വം ബോർഡ് മാത്രം തീരുമാനിച്ചാൽ പോരാ. കാരണം കേരളത്തിന്റെ ജനസംഖ്യയുടെ 10 മടങ്ങ് വരുന്ന വിശാൽ സമൂഹമാണ് ശബരിമലയ്ക്കുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഭാരതത്തിന്റെ മൊത്തം വിഷയമാണ്. അത് കേന്ദ്ര സർക്കാർ കൂടെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ കൊടുത്ത പെറ്റീഷനിലെ റിട്ട് പെറ്റീഷനിൽ അവരെ കൂടെ കക്ഷിയാക്കിയിട്ടുണ്ട്. അപ്പൊ നാളെ പ്രധാനമായിട്ടൊരു വിഷയം, കേന്ദ്ര സർക്കാരിന്റെ വക്കീല് നാളെ ഹാജരാകുന്നുണ്ട് കോടതിയിൽ. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ ഉൾപ്പെടുത്തുന്ന വിഷയത്തിൽ എനിക്ക് തോന്നുന്നു സത്യം ആണ് അത്തരത്തിൽ തീരുമാനം. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം പറയാനും, അതുപോലെ തന്നെ ഈ നമ്മൾ ഇതുവരെ നടന്ന കാര്യങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട്, അതുപോലെ നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ തന്നെ കൊടുത്തിരിക്കുന്ന പല പെറ്റീഷനൊക്കെ അറിയാമല്ലോ. നമ്മൾ ഈ പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിൽ തന്നെ നമ്മൾ കേന്ദ്രത്തിനൊരു മെമ്മോറാണ്ടം തയ്യാറാക്കി കേരളത്തിലെ BJP സ്റ്റേറ്റ് പ്രസിഡന്റായിട്ടുള്ള ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ അവർക്ക് നമ്മൾ കൊടുത്തു. അദ്ദേഹം അത് പരിഗണിക്കുമെന്ന് അവിടെ വെച്ച് തന്നെ പറഞ്ഞു. അത് മേൽ വരെ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു നിലപാടെടുക്കാനായിട്ട് കേന്ദ്ര സർക്കാരിന് സാധിക്കുന്ന തരത്തിൽ കൂടെ ആവുന്ന ഒരു പ്രത്യേകത നാളെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് ഈ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ 9 ബെഞ്ചുമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള, കുറച്ചാളായിട്ട് നടക്കാത്ത കാര്യത്തിൽ മുന്നോട്ട് പോകുന്നതിനുള്ള പ്രൊസീജിയറൽ മാറ്റേഴ്സ്, മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ ഫയൽ സ്വീകരിക്കാത്ത IAകളും അതുപോലെ റിറ്റോ അങ്ങനെയുള്ള റിവ്യൂ പെറ്റീഷൻസ് ഒക്കെ സ്വീകരിക്കുന്ന വിഷയങ്ങളും, തുടർന്ന് ഞാൻ ഈ പറഞ്ഞ പുതുതായിട്ട് വന്ന കേന്ദ്ര സർക്കാരിന്റെ
ഭാഗത്തു നിന്നുള്ള ഒരു അഡ്വക്കേറ്റും കൂടെ പങ്കെടുക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും അവിടെ പ്രധാനപ്പെട്ട ഒരു ദിവസം അല്ലെങ്കിലും നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു വിഷയമുണ്ട്. ഈ കേരള സർക്കാർ ഈ മാറിയ സാഹചര്യത്തിൽ എത്തരത്തിലായിരിക്കും ഇതിനെ സമീപിക്കുന്നതെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരള സർക്കാർ, ദേവസ്വം ബോർഡ്. അത് ഞാൻ പറയാൻ കാര്യം 2018 ഈ വിഷയം വന്നപ്പോൾ നമുക്കൊക്കെ അറിയാം കേരള സർക്കാരും ദേവസ്വം ബോർഡും വിശ്വാസികൾക്ക് വിരുദ്ധമായിട്ട് യുവതി പ്രവേശത്തിന് അനുകൂലമായിട്ട് നിലപാടാണ് എടുത്തത്. പക്ഷേ മാറിയ സാഹചര്യത്തിൽ 2018 അതിന് ശേഷം അവർക്ക് മനസ്സിലാവില്ല നമ്മൾ ശക്തമായ പ്രക്ഷോഭം, പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിലുള്ള തിരിച്ചടി, പിന്നീട് ഇങ്ങോട്ട് നടന്ന ധാരാളം കാര്യങ്ങൾ. ഇന്നിപ്പോ അവരറിയാം അവർ വളരെ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. എല്ലാം കൊണ്ടും അയ്യപ്പന്റെ ഒരു ശാപം ശരിക്കും ഈ സർക്കാരിനും ദേവസ്വം ബോർഡിനും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കും ഏറ്റിട്ടുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിൽ അവർ നേരത്തെ എടുത്ത നിലപാട്, യുവതി പ്രവേശന അനുകൂലമായിട്ട് നിലപാട് മാറുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ സത്യസന്ധമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. കാരണം 2018 തിരിച്ചടിക്ക് ശേഷം അവർ ജനങ്ങളോട് പറഞ്ഞു, വീട് വീടാന്തരം കയറി ഇറങ്ങി പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ക്ഷമിക്കണം, ഞങ്ങൾ അയ്യപ്പന്റെ വിശ്വാസത്തിനെതിരല്ല, പൊതുസമൂഹത്തോടു കൂടി അതല്ലെങ്കിൽ അയ്യപ്പഭക്തന്മാരുടെ കൂടിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾ യുവതി പ്രവേശനം എതിരാണെന്ന് പറഞ്ഞവര് പക്ഷെ സത്യവാങ്മൂലം ഇതുവരെ മാറ്റാൻ തയ്യാറായിട്ടില്ല. ദേവസ്വം ബോർഡ് ആയാലും ശരി, സർക്കാരായാലും ശരി. അപ്പൊ നാളെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട വിഷയം ഞാൻ കാണുന്നത്, നാളെ ഈ കേസ് വീണ്ടും വിചാരണയ്ക്ക് കോടതിയുടെ പ്രത്യേകിച്ച് 1-ാം നമ്പർ കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് മുന്നിൽ വരുമ്പോ കേരള സർക്കാർ അവരുടെ ഈ പറഞ്ഞ മാറിയ സത്യവാങ്മൂലം അവിടെ തീർച്ചയായിട്ടും കൊടുക്കണം. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ്. അതുകൊണ്ട് അതിനുള്ളൊരു അവസരമാണ് അവർക്ക് വീണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നാളെ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലൊരു നിലപാട് അവിടെ കേരള സർക്കാരും ദേവസ്വം ബോർഡ് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് അറിയേണ്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് നാളത്തെ അവരുടെ നീക്കത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സർക്കാരിന്റെ മുന്നോട്ടുള്ള ശബരിമല വിഷയത്തിലുള്ള ഇടപെടൽ പൊതുസമൂഹം പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാരും കാണുന്നതെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നാളെയുണ്ട്. ഓക്കെ ശ്രീ SGR കുമാർ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.